ക്ഷേമ പെൻഷനെക്കുറിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നടത്തിയ പരാമർശം നിലമ്പൂരിൽ കത്തിച്ച് CPM. KC വേണുഗോപാൽ പ്രസ്താവന പിൻവലിക്കണമെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിനെ പെൻഷൻ കുടിശ്ശിക നൽകാനുള്ള അവസരമായി സർക്കാർ കാണുകയാണെന്നും പ്രസംഗത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് വളച്ചൊടിക്കുകയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പോൾ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 കൊടുക്കും. തെരഞ്ഞെടുപ്പിൽ തൊട്ടതെല്ലാം ചർച്ചയാകുന്നത് കൊണ്ട് LDF ഈ പരാമർശവും വിട്ടില്ല. സാധാരണക്കാരെ സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയമായതുകൊണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ അത് സജീവ ചർച്ചയാക്കി നിർത്തുകയാണ് LDF. ഈ വിഷയമുയർത്തിയാണ് നേതാക്കന്മാർ ഇന്ന് സംസാരിച്ചത്. ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെ കൈക്കൂലിക്കാരായിട്ടൊക്കെ ചിത്രീകരിക്കുന്നതിലേക്ക് നയിക്കുന്ന ചില പ്രസ്താവനകൾ നടത്തുന്നത് നിരുത്തരവാദപരമാണ്. അത് തിരുത്തണം എന്ന് ഞാൻ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. 62 ലക്ഷം ആളുകളും കൈക്കൂലി മേടിച്ചിട്ട് വോട്ട് ചെയ്യുന്നവരാണെന്ന നിലയിൽ പറഞ്ഞത് അത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല, അത് അദ്ദേഹം പിൻവലിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. പ്രസംഗം വലിയ രാഷ്ട്രീയ ചർച്ചയായതോടെ വിശദീകരണവുമായി KC വേണുഗോപാൽ രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെ കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചത്. അതിനെ വളച്ചൊടിച്ച് ആ ഒരു ഭാഗം മാത്രം വളച്ചൊടിച്ച് ഞാൻ ജനങ്ങളോട് കൈക്കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വിശ്വസിക്കാൻ പറ്റുന്നു? വരും ദിവസങ്ങളിലും വിഷയം കൂടുതൽ സജീവ ചർച്ചയാക്കി നിർത്താനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്ത് വിവാദങ്ങളുണ്ടായാലും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനയ്ക്ക് ഊന്നൽ നൽകാനാണ് ഇടതുമുന്നണി തീരുമാനം. പോളിംഗിന് മുമ്പ് കുടിശ്ശികയുള്ളതിൽ ഒരു ഗഡു കൂടി ഇടതുമുന്നണി നൽകുമോ എന്ന് ഉറ്റുനോക്കുന്നവരുമുണ്ട്. നിലമ്പൂരിൽ നിന്ന് ക്യാമറമാൻ ബിപിൻ ജെയിംസിനൊപ്പം സെയ്ഫ് സൈനുലാബ്ദീൻ.